വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ക്യാരമൽ ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ വൈകുന്നേരങ്ങളിൽ രാവിലെയൊക്കെ ചായ കുടിക്കുന്നവരായിരിക്കും. അപ്പം ഒന്നൊന്നും മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ ചായ ഉണ്ടാക്കി നോക്കൂ. ഇതൊരു വൈറലായ റെസിപ്പിയാണ് കേട്ടോ. അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ചായപാത്രം തന്നെ. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. അതായത് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണം. സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് ഇളക്കുകയാണ് ചെയ്യുക. ഇത് നേരെ തിരിച്ചാണ്. ആദ്യം പഞ്ചസാരയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെക്കുക, ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കരുത്. ഒരു ലോ ടു മീഡിയം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ മെൽറ്റായിട്ട് വരുന്നത്. ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഡാർക്ക് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കാരണം നല്ല ചൂടുള്ള പാത്രവും ക്യാരമലുമാണ്. അപ്പോൾ കയ്യിലേക്കൊന്നും ആവാത്ത രീതിയിൽ വേണം ഒഴിക്കാനായിട്ട്. അതിനാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് ഞാൻ 2 ഏലക്കായും ഒരു കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് ചൂടായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അടിയിലുള്ള ക്യാരമലൊക്കെ മെൽറ്റായിട്ട് ഇതിലേക്ക് മിക്സ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ് ചായപ്പൊടി ഇട്ടിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ വെള്ളം എടുത്ത കപ്പില്ലേ, ആ കപ്പിൽ 1 കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുൾ ക്രീം നല്ല തിക്കുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് തിളപ്പിക്കുക. നല്ല ചായയുടെ കളറ് ആവുന്ന വരെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല കളറായിട്ട് കിട്ടും, കാരണം നമ്മളിതിൽ ക്യാരമലൈസ് ചെയ്തിട്ടാണ് ഷുഗർ ഇട്ടിട്ടുള്ളത്. അപ്പം നല്ല ഒരു കളറും ആയിരിക്കും, വേറെ തന്നെ ഒരു ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അരിപ്പയിലൂടെ അരിച്ചിട്ട് സെർവ് ചെയ്യാം. ചൂടോട് കൂടി തന്നെ കുടിക്കുക. ചായ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ചൂടോട് കൂടി തന്നെയാണ് കുടിക്കേണ്ടത്. വൈകുന്നേരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുക. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.